ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പാലക്കാട് ജില്ലയിൽ നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ നാളെ നെന്മാറ പൂരമാണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വന്ന് നെന്മാറ പറമ്പിൽ വന്ന് വേല കണ്ടിട്ടും എല്ലാവരും പോവുക. അപ്പോൾ എൻ്റെ വീട് ചെറിയൊരു വീടാണ്. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന വീട് ഒരു അടുക്കള ഭാഗമാണ്. അപ്പോൾ അധികം സ്ഥലമൊന്നുമില്ല ഈ ഭാഗത്തേക്കായിട്ട്. ഒരാൾക്ക് കടക്കേണ്ട വഴിയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ ചെറിയൊരു മുറ്റമാണ്. ഇപ്പോൾ ഇവിടുന്ന് മുറ്റം തന്നെ കാണാൻ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീട്. ഇത് മുറ്റം, ഈ ചെറിയൊരു ഗ്യാപ്പ്, പിന്നെ മതിലാണ്, പിന്നെ റോഡാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഈ ചെറിയൊരു മുറ്റത്ത് തന്നെ ഞങ്ങൾ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. എൻ്റെ ആങ്ങളുടെ പണിയാണ് ആ വീട് പൂച്ചെടിയൊക്കെ വെക്കലും ഇതാക്കലൊക്കെ അവൻ്റെ ഇഷ്ടമാണ്. അവൻ ചെയ്യും, അവന് തോന്നിയ പറിച്ച് കളയും. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. ഇപ്പോൾ ഈ ഗേറ്റുമ്മ കൂടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ കയറുന്ന ഫ്രണ്ടാണ് ഈ ഭാഗം. രണ്ട് ഇതൊക്കെ ആയിട്ടുള്ള വാതിലൊക്കെ ആയിട്ടുള്ള എൻ്റെ കുറേ ആൾക്കാരൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ വീട് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ വീടാണെങ്കിലും നല്ല വീടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് വീട്. ഞങ്ങൾ കയറി കഴിഞ്ഞാൽ റൂമായി. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളാരും ഇങ്ങനെ വരികയോ പോവുകയോ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ ഉമ്മറെന്ന് പറയണത് ഇതിങ്ങനെ വന്നിട്ട് ഈ വലിയ ഗേറ്റിൻ്റെ ഇതിൽ കൂടെ വരണം. കുറച്ച് ചെടികൾ ഇവിടെ ഇട്ടിട്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ചെടികൾ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ഗായ്സ്. കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉള്ളൊരു വീടായിരുന്നു. അപ്പോൾ റോഡിന് വീതി കൂടുന്ന കാരണം ഞങ്ങൾ വേലി ഇങ്ങോട്ട് നീക്കിയിട്ട് ഉള്ള ചെടികളൊക്കെ പോയി. എന്നാലും വേണ്ടില്ല, ഉള്ളതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആങ്ങളുടെ വിക്രസുകൾ അവൻ കുറച്ച് നാൾ വളർത്തും, കുറച്ച് നാൾ കഴിഞ്ഞൊക്കെ വെട്ടിക്കളയും. അങ്ങനെയാണ് അവൻ ചെയ്യുക. അപ്പോൾ ഇതാണ് ഞങ്ങൾ വരുന്ന ഗേറ്റ്. ഇങ്ങനെ കയറും. ആ ചെറിയ ഗേറ്റിന് കൂടെ അങ്ങനെ വലിയ കയറലൊന്നുമില്ല. അവിടെ വെച്ചു നമ്മൾ ഇതിയാണ് ഞങ്ങൾ എല്ലാവരും വരും പോക്ക് ചെയ്താണ് ശരിക്കും ഞങ്ങൾക്ക് ഉമ്മറായിട്ട് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണുന്ന മുമ്പാരം എന്ന് പറയുന്നത് ഈ സൈഡാണ്. അത് വന്നാൽ ഇരിക്കുന്നതും പോണതും ഒക്കെ ഇതാണ് ഞങ്ങളെ മുമ്പാരം പോലെ. അടുക്കള ഒരു വെപ്പ് വരെയാണ്. ഒരു താത്ത അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കാലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ മക്കളൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. ഒരാൾ മൊബൈൽ കാണുന്നു. ഈ മൊബൈൽ താഴെ വെക്കുന്ന പരിപാടി ഇവർക്കില്ല. അപ്പോൾ ഇനി ഞാൻ റൂമൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ പരിസരമൊക്കെ കണ്ടതിന് ശേഷം കാണിച്ചു തരാം. ഇത് തൊഴുത്താണ്. ഇതാ കാണുന്നത് തൊഴുത്താണ്. പണ്ട് കുറേ ആടും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇപ്പം അതൊന്നുമില്ല, അതൊന്നുമില്ല, ആൾക്കാരില്ല, നോക്കാനില്ലാത്ത കാരണമൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. ഇപ്പോൾ അതിങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഇടാനും ഇതിനൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ തൊഴുത്ത്. നല്ല ഓലപ്പരയാണ് കേട്ടോ. ഉള്ളിൽ കയറി നല്ല കൂളിങ്ങാണ്, നല്ല തണുവുണ്ട്. പണ്ടത്തെ ഈ പനയുടെ ഓലപ്പട്ടല്ലേ അതുകൊണ്ടുള്ളൊരു നെടുമ്പരയാണ്. അപ്പോൾ അതങ്ങനെ ഇത് ഒരു നെല്ലിക്ക തെയ്യാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇരുമ്പാമ്പുളിയാണോ നെല്ലിക്ക എന്ന് വലുതായാലേ അറിയുള്ളൂ. അതും ഞങ്ങളുടെ പണി തന്നെയാണ്. പിന്നെ കടലാസ് പൂവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ. ഇപ്പോൾ വേനൽക്കാലമായ കാരണമൊക്കെ ഉണങ്ങിയിരിക്കുന്ന കാരണം ഒരിതില്ല. പിന്നെ മഴക്കാലത്തേക്കുള്ള വിറകൊക്കെ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ പേരയ്ക്ക അത് ഇപ്പോൾ ഒന്നും കായില്ല, നല്ലോണം കായൊക്കെ ഉണ്ടാവുന്ന ഒരു പേരയ്ക്കാണ്. ചെറിയ കുഞ്ഞൊരു പേരമരാണെങ്കിലും നല്ലോണം കായ ഉണ്ടാവാറ്. പിന്നെ റോഡ് സൈഡ് തന്നെയാണ് ഇതൊക്കെ. പിന്നെ അതാ ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാനൊരു ചെറിയൊരു മുരിങ്ങക്കായും വറുത്തുമ്പോൾ മുരിങ്ങക്കായ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് ചെറിയൊരു മുരിങ്ങക്കായ മരമാണ് കാണുന്നത്. ഇതിൽ ഇപ്പോൾ 2 മുരിങ്ങക്കായ ഉണ്ടായിട്ട് വെക്കുന്നത് കണ്ടില്ല, 2 ഇവിടെ ചെറിയ ചെറിയ മുരിങ്ങക്കായുടെ കൊമ്പുമ്പോഴൊക്കെ നല്ലോണം മുരിങ്ങക്കായ ഉണ്ടാവും കേട്ടോ. ഒരു പ്രത്യേകത കാണുന്നത്. അപ്പോൾ അത്ര ചെറുതിന് നോക്കി. ഇപ്പോൾ സീസൺ അല്ലാത്ത കാരണമാണ് അതിൽ കായ കുറവ്, നല്ലോണം കായ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു നാരങ്ങ ഇത് നാരങ്ങ തെയ്യാണ് കേട്ടോ. ഒരു ബബ്ബൂസ് നാരങ്ങ എന്നൊക്കെ പറയും, അച്ചാറൊക്കെ ഇടാൻ പറ്റിയ നാരങ്ങ. അപ്പോൾ അതൊരു സീസൺ കാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ സീസൺ വരുന്നുള്ളൂ. അവരൊന്ന് മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. വെയിൽ കാരണം നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് നാരങ്ങയുടെ തെയ്യാണ്.
അതും കായ്ക്കണത് തന്നെയാണ്. പക്ഷെ ഞാൻ വന്ന് പെട്ടെന്ന് വേനലിലായ കാരണം കൊണ്ട് ഒക്കെ കഴിഞ്ഞ സമയമായിപ്പോയി. മറ്റത് നല്ലോണം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വേനലല്ലേ, അപ്പോൾ അത് കാരണം അത് കുറവാണ്. പിന്നെ കാണുന്ന പുളിമരത്തിന് നല്ലോണം പുളി ഉണ്ടാവാറുണ്ട്. ഞങ്ങളെ വീട്ടിലേക്കൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പുളി കൊണ്ടുപോയിട്ട് ഞങ്ങളവിടെ ഇതാവണത്. എത്രയായാലും പുളി ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇതൊരു പനനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ പന എത്ര ഉണ്ട്. ഇപ്പോഴും ഇതെവിടെ ഉണ്ട്. ഞാൻ പനനങ്ക് കിട്ടും. പിന്നെ അതുപോലെ ഓല വെട്ടിയിട്ട് പെരയുമൊക്കെ ഇരുന്ന് എടുക്കാറുണ്ട്. പിന്നെ അത് ഒരു പച്ച കനകാമരമാണ്. ഇത് തേച്ച് ഇടുന്നു. കനകാമരം എന്ന് പറയും. പച്ച കളറാണ് അതിലുള്ള പൂവ് കേട്ടോ. വലിയ നമുക്ക് അപ്പോൾ ഇതാണ് ഭയങ്കര. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ല തണവുണ്ട് കേട്ടോ മരത്തിൻ്റെത്. ശരിക്കും വീട്ടിലിരിക്കുന്നതിനേക്കാളും സുഖം ഞങ്ങൾക്ക് പറമ്പിലിവിടെ ഇറങ്ങി നിൽക്കുന്നതാണ് ഇത്. തണലുകൊണ്ട് അത്ര ചൂടാണ്. ബാക്കിൻ്റെ തൊഴുത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. തെറ്റിപ്പോകേണ്ട അക്ഷരങ്ങൾ. ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പടക്കം പൊട്ടുന്നതിൻ്റെ. അത് തൊട്ടടുത്ത് വേലയും പൂരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നെന്മാറപ്പോരിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാ തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗായ്സ്. എന്നാ പടക്കം പൊട്ടുന്നത്. അപ്പോൾ പാലക്കാട് വെടിക്കെട്ടൊക്കെ കേൾക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നാളെ നെന്മാറപ്പോരിൽ ഇതുപോലെ വെടിക്കെട്ടുണ്ടാവും. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയ വെച്ചാൽ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നല്ല പടക്കം പൊട്ടുന്നതുകൊണ്ട് എൻ്റെ സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ആവണ്ട. അത്രയും ഉച്ചത്തിലാണ് ഇവിടെ പൊട്ടുന്നത്. തൊട്ടടുത്താണ് ഞങ്ങൾ പടക്കത്തിൻ്റെ ഒന്ന് കേൾക്കുന്നത്. കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ. അതോട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കിയാൽ എത്രയുണ്ട് നോക്കി. ഒരു കൊമ്പ്, ഒരു ചെറിയൊരു കൊമ്പാണ് മക്കളെ. ഒത്തി മാഷാ അല്ലാഹ് കണ്ടില്ലേ. ഈ ഒരു കൊമ്പുമ്പന് ഇല കുറവാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു കൊമ്പ് പിടിപ്പിച്ചെന്ന് വെച്ച് നോക്കുമ്പോൾ അത് തൈ തന്നെയാണ്. അതിൽ നോക്കിയ ഒരു മുരിങ്ങക്കായ. അപ്പോൾ ഇത്രയും കുഞ്ഞേ സംഭവത്തിൽ വലിയ മുരിങ്ങക്കായ ഉണ്ട്. മാഷാ അല്ലാഹ്. ഇനി ഇതുവരെ ഉണ്ടാവട്ടെ. ഇവിടെ നിന്നൊക്കെ അത്രയെങ്കിലും ചാവക്കാട്ടേക്കും മുരിങ്ങക്കായ ഞാൻ കൊണ്ടുപോയിട്ടും വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ഇത്ര വലിപ്പമുണ്ടെങ്കിലും ഉള്ളിലെ കായ നല്ല കുഞ്ഞീരാണ്. നല്ല ടേസ്റ്റാണ്. മൂപ്പൊന്നും ഉണ്ടാവില്ല. ചള്ളാണ് വരിക. അത് നല്ല ടേസ്റ്റ്. കാണുമ്പോൾ നല്ല ഇത് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് ഞങ്ങൾക്ക് അവലെ വേപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. ഇത് വെറ്റില്ല ഒരു സംഭവം ഉണ്ട്. ഇത് കണ്ടാൽ വിചാരിക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞോ ഇടക്കിടക്ക്. കുരുമുളകല്ല കേട്ടോ. അത് തെറ്റിദ്ധരിക്കുന്നത് കുരുമുളകല്ല. ഇത് വെറ്റിലയാണ്. ഇതിൻ്റെ ഉമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് വെറ്റില. കുഞ്ഞേ അതുണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. തുളസി വെറ്റില എന്നൊക്കെ പറയുന്ന ഇതാണ്. കൂർക്കാനൊക്കെ പറ്റുന്നത്. ചുണ്ണാമ്പടക്കൊക്കെ കണ്ട് തേച്ചിട്ട് മക്കളെ ഏതാണ്ട് ചുരുട്ടിയിട്ടുണ്ട് തിന്നണ്ടല്ലോ. സൂപ്പറായിരിക്കും. അപ്പോൾ അത് വേപ്പിൻ്റെ ഇല ഞങ്ങൾ ഇതുള്ളത്. പാത്തുമൂത്ത് ചാവടി കഴിഞ്ഞ് പാത്തുമൂത്ത് എല്ലാ വീഡിയോൻ്റെ ഭാഗത്തുണ്ട് കേട്ടോ. എൻ്റെ കോലം എന്നൊക്കെയാണ് അവൾ പറയണത്. അത് സാരില്ല. ചിലപ്പോൾ ഇതിലേക്ക് ആകുമ്പോൾ പാത്തക്കാരൻ ചോദിച്ചു വരും എവിടെ പാത്തിമാത്താന്ന് ചോദിച്ചു വരും. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും. ടാങ്കിയാണ് ഞങ്ങൾ ബാത്റൂമിലേക്ക് ടാങ്കി വരുന്ന വെള്ളം എടുക്കുന്നത്. എന്ത് തണുത്ത വെള്ളം. ഇതിലെ വെള്ളം എന്ത് തണുപ്പാന്ന് വെച്ചിട്ടാണ്. നല്ല തണുപ്പാണ് ഈ വെള്ളം ഉണ്ടാവുക കുളിക്കുമ്പോൾ ഒക്കെ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ ഇതൊക്കെ പണ്ട് പൈപ്പില്ലാണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കുടവും കൊണ്ട് കോരിയിട്ടാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓസും സൗകര്യങ്ങളൊക്കെ ആയ കാരണം ഓസിട്ട് അങ്ങനെ പിടിക്കുന്നു. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ടാങ്കികളൊക്കെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഇതാണ് വലിയ മുരിങ്ങക്കായ മരം. വലിയ മുരിങ്ങക്കായ മരം. ഇതിന് കൊമ്പ് വന്നിട്ട് ഈ ഇവിടം വരെ ഉണ്ടാവും. ഞങ്ങൾക്ക് പാത്രം കഴുകാൻ നിൽക്കാൻ പോലും പറ്റില്ല. അത്രയും ഉണ്ട്. അതുപോലത്തെ മുരിങ്ങക്കായൊക്കെ താന്നിട്ട് മുരിങ്ങക്കായയുടെ വെയിറ്റ് കൊണ്ട് കൊമ്പ് വരെ പൊട്ടി വീണിട്ടുണ്ട്. അത്രയും മുരിങ്ങക്കായ ഇതിലുണ്ടാവാറുണ്ട്. നല്ലൊരു മുരിങ്ങക്കായ മരമാണത്. ഞങ്ങൾക്ക് കുറേ മുരിങ്ങക്കായ തന്നിട്ടുണ്ട്. ഇത് ഈനാമ്പഴ മരമാണ് ഈ കാണുന്നത്. ഇതിലതുപോലെ തന്നെ നിറച്ച് ഈനാമ്പഴമുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നുണ പറയുമെന്ന്. കാരണം വേനലായ കാരണം സീസണല്ലാത്ത കാരണം ഇതൊന്നും പഴമില്ലാത്തത്. ആ ടൈമിൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണമായിരുന്നു. എനിക്ക് പറഞ്ഞു തരാൻ അങ്ങനെ പറ്റാത്ത കാരണം മരം ഉള്ളത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതൊക്കെ നിറച്ച് ഈനാമ്പഴം ഉണ്ടാവും. അത് എത്ര നല്ല വലിപ്പം ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ്. നാടനല്ലേ.
അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മാവ് മരങ്ങളൊക്കെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് മാങ്ങകൾ. ഹായ് ഗായ്സ്, ഇതാണ് ഞങ്ങൾ അമ്മി. കുഞ്ഞേ അമ്മി കിട്ടി. ഇതിൽ ഞങ്ങൾ കുറേ ചമ്മന്തി അരച്ചിട്ടും തേങ്ങ അരച്ചിട്ടൊക്കെ ഞങ്ങൾ തിന്നിട്ടുണ്ട്. കുഞ്ഞേ അമ്മിപ്പഴയാണ്. അപ്പോൾ എൻ്റെ മക്കൾ വന്നിട്ട് എന്തെന്നാന്നൊക്കെ ചോദിച്ചിട്ട് അരച്ച് നോക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ മിക്സി വന്നപ്പോൾ ഇത് ഉപയോഗിക്കാണ്ടായി. ടോമി ക്യാമറമാൻ അടുക്കളയിൽ കൂടെയാണ് കയറുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൽ കൂടെ കയറേണ്ട അടുക്കള. ഇതിൻ്റെ അബ്ബാസ് മാമ എൻ്റെ ആങ്ങള. ചെറുക്കിന് ഇപ്പോഴാണ് ആ ചെടികൾ എനിക്കുള്ളതൊക്കെ വയ്ക്കുന്നത്. ബിരിയാണിക്കുള്ളതൊക്കെ അരിഞ്ഞ് തരികയാണ് ഞങ്ങൾക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ബിരിയാണിയൊക്കെ അരിച്ചിട്ടാണ്. അപ്പോൾ സബോള അരിയാനും ഒക്കെ മിടുക്കാനാണ്. വെള്ളം പോയ വെള്ളം പോയി. അപ്പം അതങ്ങനെ ഒരു പിന്നീട് അടുക്കള. ചെറിയ വീടാണ് കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്ന ലഗേജൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ലഗേജൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ റൂമും ആ ഗേറ്റും. ഇതാണ് മുമ്പാരം. ഇതിങ്ങനെ വരില്ലല്ലോ. പിന്നെ ഇതൊരു റൂമ്. ഇതൊരു റൂമാണ്. ലൈറ്റ് ഗായ്സ്. കറണ്ട് പോയിരിക്കുന്നതുകൊണ്ട് അത്രയില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിയുണ്ടല്ലോ. ആ ഒന്ന് സ്വിച്ചിന് ലൂസ് ഉണ്ടെന്നുണ്ട്. അതിൻ്റെ ആങ്ങളുടെ റൂമാണ്. ഇത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഈ കട്ടിൽ കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. എൻ്റെ ഉമ്മ കിടന്നിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ എൻ്റെ ഉമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. എൻ്റെ ഉമ്മ ഇതിലാണ് കിടന്നിരുന്നത്. ഒരു റൂമ്. ഇതാണ് ചെറിയൊരു വീട്. മണ്ണിൻ്റെ ചുമരൊക്കെയാണ് പണ്ടത്തെ വീട്. ഇത് മണ്ണിൻ്റെ ചുമരാണ്. പണ്ട് വല്യപ്പാരൊക്കെ കൂട്ടിയ പെരയാണ്. ആ വീടൊക്കെ അതാ ഓടും ഇതായി തുടങ്ങിയിട്ട് പൊളിച്ച് പണിയാനൊക്കെ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇതൊക്കെ ആകെ ഞങ്ങളെ സാധനങ്ങളൊന്നും സ്ഥലം സൗകര്യം കുറവായ കാരണം എല്ലാം കൂടി കൂട്ടിയിടുന്നതാണ്. ഇത് 2 റൂം. ആകെ 3 റൂമാണ് ഉള്ളത്. അപ്പോൾ അതേ റൂമ് ഒരു താത്തി മോളും കിടക്കുന്ന റൂമ്. അപ്പോൾ ഇതത്രയും ചെറിയൊരു വീട്. പക്ഷേ നമുക്ക് വലിയ വീടിൽ വന്ന് നിൽക്കണേക്കാളൊരു സമാധാനം ഇത് ചെറിയൊരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷവും ഇതൊക്കെ കിട്ടുന്നത്. ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ ഇരുന്ന് കളിച്ചിട്ടുള്ള സ്ഥലം. നല്ല ദിവസം തിരിക്കാറുണ്ട്. റോഡൊക്കെ തൊട്ടടുത്തല്ല. വണ്ടി പോകുമ്പോൾ ഒക്കെ കാണാനൊക്കെ പറ്റുന്ന വൈബാണ്. അപ്പോഴത്തെ മോഡലിൽ പറയുകയാണെങ്കിൽ വൈബാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.